കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മെ കരം പിടിച്ചു നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച അവിടുത്തെ മഹാദയയ്ക്കും കരുണയ്ക്കായും നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ വഴി നടത്തുവാൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങൾ നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം. അവിടുന്ന് നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേലിട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ അവിടുന്ന് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് കഴിയണം. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും അതുവരെ കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയമാണ്. അതാണ് യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസം നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ നമ്മൾ ധന്യരായിത്തീരും. പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളെ നോക്കാറുണ്ട്, ചുറ്റുപാടുകളെ നോക്കാറുണ്ട്, പരിമിതികളെ നോക്കാറുണ്ട്. പക്ഷെ ഉയരത്തിലേക്ക് നോക്കിയിട്ട് പറയണം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, വാഗ്ദത്തം ചെയ്ത ഒരു ദൈവം പൂർണ്ണമായി അത് നൽകുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്തു വ്യാപരിക്കുന്നു എങ്കിൽ നമ്മൾ ശക്തരാണ്, നമ്മൾ ധന്യരായിത്തീരും, നമുക്ക് കരുത്തുണ്ടാകും. സാഹചര്യങ്ങൾ നോക്കൂ. അബ്രഹാമിന്റെ ശരീരം നിർജ്ജീവമാണ്. സാരയുടെ ഗർഭപാത്രത്തിന്റെ അവസ്ഥയെ നിർജ്ജീവത്വം ഗ്രഹിച്ചു വന്നതാ, രക്ഷയില്ല. പക്ഷെ അവിടം കൊണ്ട് തീർന്നില്ല. വാഗ്ദത്തം ചെയ്തവൻ നിർജ്ജീവമായതിനെ, ഡെഡായതിനെ, മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്ന് അകത്ത വിശ്വാസം വന്നപ്പോ സ്തോത്രം, പിന്നീട് ചലിക്കുവാൻ കഴിഞ്ഞില്ല. പിന്നീട് അടുത്ത സ്റ്റെപ്പ് മനുഷ്യമായി വെക്കാൻ തയ്യാറാകാതിരുന്ന പലരും ഈ വചനത്തിന്റെ ശക്തിയാൽ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കാലെടുത്ത് വെക്കണം. എല്ലാം ഡെഡാവാം. ഇനി മുമ്പോട്ട് പോകുന്നതെല്ലാം തീരുമാനിച്ചു കാണും, വേണ്ടെന്ന് വെച്ച് കാണും. പക്ഷേ നിങ്ങളോട് വാക്ക് പറഞ്ഞവൻ ആരാണ്? വിടുവിക്കാൻ, സഹായിക്കാൻ, സൗഖ്യമാക്കാൻ, സാധ്യമാക്കാൻ, സ്വാന്തനപ്പെടുത്താൻ കഴിവുള്ളവൻ ഇന്നും നമ്മോട് കൂടെ ഉണ്ട്. ഒരു ദിവസമാണോ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ലോകത്തെ ജയിച്ച, മരണത്തെ ജയിച്ച, പാപത്തെ ജയിച്ച, സാത്താന്യ ശക്തികളെ ജയിച്ച ഒരുവൻ നമ്മോട് കൂടെ ഉണ്ടെന്നുറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഭ്രമിപ്പിക്കുന്ന, നിങ്ങളുടെ ധൈര്യത്തെ ചോർത്തുന്ന, മനസ്സിനെ വേദനിപ്പിക്കുന്ന, സ്വസ്ഥതയെ കെടുത്തുന്ന അന്ധകാര ശക്തികളോട് പറ, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആഴം, അതിൻ്റെ വലിപ്പം ശ്രേഷ്ഠമാണ്. അതെനിക്ക് മനസ്സിലാവുന്നു. സകലത്തെയും കീഴാക്കുന്ന ദൈവശക്തി, ആ പവർ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. മുദ്ര പൊട്ടിച്ചവൻ, ഹല്ലേലൂയ, പുസ്തകം തുറന്നവൻ, പുസ്തകം തുറക്കാൻ, മുദ്ര പൊട്ടിക്കാൻ
ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അവിടുന്ന് ജയം പ്രാപിച്ച് നമ്മുടെ മധ്യം നിൽപ്പുണ്ട്. സ്തോത്രം. ഹബക്കുക്ക് പ്രവചനം 3-ാം അധ്യായം 4-ാമത് വാക്യം. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു. അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹബക്കുക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഭ്രമരാവത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് 3-ാം അധ്യായം. കർത്താവിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ട അരാജകത്വം, ആവലാദികൾ ഇനി എന്തായിത്തീരുമെന്നൊക്കെ താൻ ഉള്ളിൽ ഭയപ്പെട്ടും ഭാരപ്പെട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ച യഹോവേ, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, അതിനെ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇറങ്ങി വരിക. പ്രിയരെ, വേദനയുടെയും ആവലാദികളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ആഴത്തിൽ നിന്ന് നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുത്തണമേ, ജീവിപ്പിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അത് കേട്ട് മൗനമായിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അവിടെ എഴുന്നേറ്റ് വരും. തന്റെ അഭിഷക്തൻ ഈ അധ്യായത്തിൽ തന്നെ തന്റെ അഭിഷക്തന്മാരുടെ രക്ഷയ്ക്കായി ദൈവം പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന, അഭിഷേകമുള്ള, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, കാത്തിരിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി പുറപ്പെടുന്ന ഒരു ദൈവം. ഇനി നമ്മുടെ ഒരു വാക്യം ശ്രദ്ധിക്കൂ. 4-ാമത് വാക്യം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. ഇരുളിനെ മാറ്റാൻ, മരണത്തെ മാറ്റാൻ, ഡെഡായതിനെ ജീവിപ്പിക്കാൻ, ശക്തി പകരാൻ ആ ഉയരത്തിൽ നിന്നൊരു സൂര്യശോഭ അടിച്ചുയരാൻ പോയ യേശുവിന്റെ നാമത്തിൽ ആ കിരണങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. നിങ്ങളുടെ നാഡികളിൽ, നിങ്ങളുടെ നരമ്പുകളിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇരുളിന്റെ വ്യാപാരം എവിടൊക്കെ വന്നോ അതിലേക്ക് ആ സൂര്യശോഭ പ്രവഹിച്ചു കഴിഞ്ഞാൽ ഇരുളുമാറി ജീവൻ വ്യാപരിക്കുന്നു, ഇരുളുമാറി വെളിച്ചം വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിളിച്ചു പറ, എന്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ട്. ഒന്നും കാണാൻ കഴിയാതെ, അനുഭവിക്കാൻ കഴിയാതെ, സങ്കടപ്പെട്ടും വേദനപ്പെട്ടും മാസങ്ങൾ തള്ളി നീക്കിയവരോട് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ട്. സൂര്യപ്രകാശം പോലെ ഒരു ശോഭയുള്ളതായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന്, സ്തോത്രം, ദൈവത്തിന്റെ സൈഡുകളിൽ നിന്ന് എല്ലായിടത്തു നിന്നും ദൈവത്തിൽ നിന്ന് കിരണങ്ങൾ പുറപ്പെടുക. എവിടെ ചെന്നടിച്ചാൽ വിടുതൽ വ്യാപരിക്കും. ഈ പകൽ വിളിച്ചു പറ, കർത്താവേ, കിരണങ്ങൾ എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ തലമുറകളിൽ, എൻ്റെ മിനിസ്ട്രിയിൽ തപ്പിത്തടയുന്ന എൻ്റെ വിഷയത്തിന്മേൽ ഒന്നടിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഇതിനെ കെടുത്താൻ, ഇതിനെ മറയ്ക്കാൻ, ഈ വെളിച്ചത്തെ ഇല്ലാതാക്കാൻ ഒരു ഇരുളിന്റെ വ്യാപാരത്തിനും കഴിയത്തില്ലെന്നൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കേടുള്ള നിങ്ങളുടെ ഭാഗത്തേക്ക് ആ കിരണങ്ങൾ, നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ആ കിരണങ്ങൾ, ആത്മാവിൽ, സന്ധികളിൽ, മജ്ജകളിൽ വേർവിടയ്ക്ക് വരെ തുളച്ചേറുന്ന ആ വചനത്തിന്റെ ശക്തിയുടെ വ്യാപാരം, ആ പ്രഭാവലയം ഇന്നു പകൽ വെളിപ്പെട്ടു വരുന്ന യേശുവിന്റെ നാമത്തിൽ. അടുത്ത ഭാഗം, അവിടെ അവന്റെ വല്ലഭത്വം നിറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ വലിപ്പം, ആ പ്രസൻസ് നിറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവന്ന ആ നിറവിനാൽ നമ്മെ നിറയ്ക്കുന്ന ഒരു ശക്തമായ സാന്നിധ്യമാ ഇന്ന് പ്രഭാതത്തിൽ പുറപ്പെടുന്നത്. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം പ്രാർത്ഥിക്കൂ, എനിക്ക് വേണ്ടി ആ വെളിച്ചം ഒന്ന് ശോഭിക്കട്ടെ, ആ കിരണമൊന്ന് പതിക്കട്ടെ.
അവിടുത്തെ വല്ലഭത്വം ഒന്ന് വെളിപ്പെടുത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ മുട്ടും മടങ്ങുന്ന നാമം പുകഴുന്ന ആ ശ്രേഷ്ഠ നാമത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം ഞങ്ങളൊന്ന് തിരിച്ചറിയാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. ദൈവാത്മാ നിങ്ങളെ ടച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഇനി നീ തപ്പിത്തടയണ്ട, എവിടെ വഴിയെന്ന് ചോദിക്കണ്ട. ഇതാ വെളിച്ചം ഉദിച്ചിരിക്കുന്നു. മരണത്തിൻ്റെ നിഴലിൽ ഇരുന്നവരുടെ മേൽ ഉയർത്തുന്ന ഉദയം ഉദിച്ചതുപോലെ അവരുടെ കാലുകളെ സമാധാന മാർഗത്തിലാക്കേണ്ടതിന് ആ വെളിച്ചത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പതിക്കുക. രോഗികൾ സൗഖ്യമാകട്ടെ. ഇരുട്ടിലിരിക്കുന്നവർ വലിയൊരു വെളിച്ചത്തിലേക്ക് വരിക യേശുവിൻ്റെ നാമത്തിൽ. മരണത്തിൻ്റെ താഴ്വര മാറി ജീവൻ വ്യാപരിക്കുക. വിലാപങ്ങൾ നൃത്തമാകുക. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി അവിടുത്തെ മക്കളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. അവർ വേദനിക്കുന്ന, അവർ സങ്കടപ്പെടുന്ന, അവർ കഷ്ടപ്പെടുന്ന, അവർ അനുഭവിക്കുന്ന നിന്ദകളുടെ നടുവിൽ ദൈവമഹത്വം ഇന്ന് പകൽ ശക്തിയോടെ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കുന്നു. വലിയ മിറക്കിൾ അങ്ങ് ചെയ്യണമേ. ഞങ്ങളുടെ ആത്മാവ് സംസാരിക്കണമേ. അത്ഭുതകരമായ ദൈവപ്രവൃത്തി ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തി സ്വർഗമാതിരിക്കാൻ പ്രാർത്ഥി. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിൻ്റെ പ്രശംസ ഞങ്ങളുടെ അകത്ത് വ്യാപരിച്ച എല്ലാ വേദനകളെയും ദൈവം എടുത്ത് മാറ്റുന്നതിന് സ്തോത്രം. വലിയ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാൽ സ്തോത്രം. ഞങ്ങളുടെ ആത്മാ ഞങ്ങളോട് ഇടപെട്ടിരിക്കുകയാൽ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ മുമ്പോട്ട് പോവുക. ദൈവസാന്നിധ്യം അനുഭവിക്കുക. പരിശുദ്ധാത്മാവിൽ ശക്തരാകുക. അവിടുത്തെ കിരണങ്ങൾ നമ്മുടെ മേൽ ഇന്ന് പകൽ പതിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവാത്മാവ് നിങ്ങളെ നയിക്കും. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിച്ചുമാർ.